വൈകല്യങ്ങളോടെ പിറന്ന മക്കളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒല്ലൂരിലുള്ള ആശാഭവൻ HSS ദ ഡീപ് സ്കൂൾ ഇന്നൊരു അതിഥിയെ കാത്തിരിക്കുകയാണ്. ആതിഥേയൻ അനേകർക്ക് മാതൃകയും പ്രചോദനവുമാകുന്ന നവസന്യാസി. ജന്മനാ കേൾവിശക്തിയില്ലെങ്കിലും കർത്താവിന്റെ വിളി കാതുകളിൽ അലയടിച്ചപ്പോൾ കഠിന പ്രയത്നത്തിലൂടെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു കത്തോലിക്ക പുരോഹിതനായി അൾത്താരയിലേക്ക് വിളിക്കപ്പെട്ട ഹോളി ക്രോസ് സന്യാസ സഭാംഗം ഫാദർ ജോസഫ് തേർമഠം. ഈ നവവൈദികന്റെ ലക്ഷ്യം ഒന്നുമാത്രം: ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ബധിര സമൂഹത്തിൽ ക്രിസ്തുവിന്റെ മുഖമാകുക, ഒരു ബലിയായി തീരുക. ജോസഫ് അച്ഛൻ ചവിട്ടിക്കയറിയത് അനേകം കുറവുകളെയാണ്. നിശ്ചയദാർഢ്യത്തോടെ, ആത്മവിശ്വാസത്തോടെ വൈകല്യങ്ങളെ തോൽപ്പിച്ച് അംഗവൈകല്യമുള്ള അനേകർക്ക് വലിയ പ്രത്യാശയായി മാറുകയാണെന്ന് ഈ യുവവൈദികൻ. കടന്നു ചെല്ലുന്നിടത്തെല്ലാം എളിമയോടും വിനയത്തോടും കൂടെ അവിടെയുള്ള കുട്ടികളിലും മുതിർന്നവരിലും ആംഗ്യഭാഷയിലൂടെ നടന്ന വഴികളെക്കുറിച്ചും തന്റെ ഗുരുവിനെക്കുറിച്ചും വാചാലനാകുന്നത് അവരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഞങ്ങൾ ടഫാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ജോസഫ് അച്ഛന് വന്നത്. ജോസഫ് അച്ഛൻ ടഫാണ്. ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിച്ചു. ദൈവത്തെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മുമ്പ് ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. കാരണം അച്ഛന്മാർ അർപ്പിക്കുന്ന കുർബാനയിൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവാറില്ലായിരുന്നു. ഇപ്പം അച്ഛൻ ഞങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഹാപ്പി. ഇനിയും ഇതുപോലത്തെ അച്ഛന്മാർ ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. മുമ്പ് ഞങ്ങളുടെ സ്കൂളിലേക്ക് വേറെ നോർമലായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് പ്രസംഗവും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇന്ന് അച്ഛൻ വന്ന് ഡെഫായിട്ടുള്ള അച്ഛൻ വന്നപ്പോൾ ഞങ്ങൾക്ക് അത് കൂടുതൽ സന്തോഷം. അടയാളത്തിൽ കൂടെ എല്ലാ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അതിനെല്ലാവർക്കും നന്ദി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബധിരരായ ഈ കുട്ടികൾക്ക് അച്ഛൻ്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അച്ഛൻ്റെ അഭിഷേകം, പുരോഹിതനായത് ഇവർക്ക് എത്രമാത്രം ഉപകാരം ചെയ്യും എന്ന്. എനിക്കൊരു 5-6 വർഷമായിട്ട് ജോസഫ് അച്ഛനെ നന്നായിട്ട് പരിചയമുണ്ട്. അച്ഛൻ പരിശീലനത്തിലായിരുന്നപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ കണ്ട് പരിചയമുള്ളതാണ്. അത് ഇത്തരം വൈകല്യം അനുഭവിക്കുന്നവർക്ക് അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകൾ വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യാൻ സാധിക്കും. അത് അവർക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും. ഈ വിദ്യാലയത്തിൽ മാത്രമല്ല, കേരളത്തിൽ ധാരാളം ബധിര വിദ്യാലയങ്ങളുണ്ട്. അവിടെയുള്ള മക്കൾക്കും അച്ഛൻ്റെ സേവനവും ശുശ്രൂഷയൊക്കെ ലഭിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ജോസഫ് അച്ഛൻ തൃശൂർ അതിരൂപതയിലെ സീനിയർ വൈദികൻ ജോർജ് തേർമഠത്തിന്റെ ഇളയ സഹോദരൻ തോമസിന്റെയും ഭാര്യ റോസിയുടെയും രണ്ടാമത്തെ മകനാണ്. സഹോദരൻ സ്റ്റാലിയും അച്ഛനെ പോലെ കേൾവി വൈകല്യത്തോടെയാണ് ജനിച്ചത്. പിതാവ് മുംബൈയിൽ ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നതിനാൽ ജോസഫിന്റെയും സഹോദരന്റെയും ചെറുപ്പകാലം ഏറെ നാൾ അവിടെയായിരുന്നു. മക്കൾ ദൈവത്തിന്റെ സമ്മാനമാണെന്നറിയുന്ന അച്ഛന്റെ മാതാപിതാക്കൾ സഹനങ്ങളുടെ തീച്ചുളയിലും ദേവാലയത്തോട് ചേർന്ന് മക്കളെ വളർത്തിയപ്പോൾ അവർ അനുഗ്രഹമായി മാറി. ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലി ചെയ്യുന്ന ജോസഫ് അച്ഛന്റെ സഹോദരനും കുടുംബവും മാതാപിതാക്കളും തൃശൂർ പുത്തൻപള്ളി ഇടവകാംഗങ്ങളാണ്. ഞങ്ങൾ തേർമഠം ഫാമിലിയിലുള്ളവരാണ്. ഞങ്ങൾക്ക് മൂത്ത മകനുണ്ടായി. അവന് ഡെഫായിരുന്നു. അവൻ്റെ പേര് സ്റ്റാലിൻ. ആ സമയത്ത് ഞങ്ങളെല്ലാവരും മുംബൈയിലായിരുന്നു. പിന്നെ രണ്ടാമത്തെ മകനെ ഇനി വേണോ വേണ്ട എല്ലാവർക്കും, ഞങ്ങൾക്ക് 2 പേർക്കും പേടിയായിരുന്നു. അടുത്ത കൊച്ചും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആവുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ കസിൻസൊക്കെ പറഞ്ഞു, ഒരു കൊച്ചിങ്ങനെ ഡെഫായെന്ന് വെച്ചിട്ട് എല്ലാ കുട്ടികളും അങ്ങനെ ആവില്ല, നിങ്ങൾ ട്രൈ ചെയ്യേ, ദൈവം നല്ലത് തരുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്ത കൊച്ചു പ്രഗ്നൻ്റായി. പക്ഷേ ഹോസ്പിറ്റലിൽ വന്ന് ഡെലിവറി കഴിഞ്ഞ് കൊച്ചിന് തന്നു. ആ സമയത്താണ് അടുത്ത പേഷ്യൻറ്റിൻ്റെ അവിടെ നിന്ന് ഒരു പ്ലേറ്റ് താഴെ വീണു.
ആ വീണപ്പോൾ ആ കൊച്ചുങ്ങളൊക്കെ കരഞ്ഞു. പക്ഷെ നമ്മുടെ മകൻ മാത്രം കരഞ്ഞില്ല. അപ്പം നമ്മളാണെങ്കിൽ ഈ സംശയത്തോടു കൂടി തന്നെ നോക്കണത്, കേൾക്കൂ അങ്ങനെ ഇതിലായിരുന്നേ. അപ്പം അന്ന് മനസ്സിലായി, അന്ന് ഇങ്ങനെ കേൾവിയില്ല എന്നുള്ളത് അന്ന് മനസ്സിലായെങ്കിലും വിഷമമുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ടും വിഷമമുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് എന്തോ ഞങ്ങൾക്കൊരു ശക്തി കിട്ടി. 2 മക്കളും ബധിരമുഖരായതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് അല്പം പ്രയാസം തോന്നിയെങ്കിലും എല്ലാം നന്മയ്ക്കായി ഭവിക്കുമെന്നുള്ള ഇതിൽ തമ്പുരാനോട് പ്രാർത്ഥിച്ച് നായിക്കമ്പറമ്പിലച്ചനെ ഒന്ന് ചെന്ന് കാണാനായിട്ട് ഇവർ കുറേ അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമായിരുന്നു. നായിക്കമ്പറമ്പിലച്ചനെ സമീപിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അമ്മ വഴിക്കും അപ്പം വഴിക്കും ബധിരത ഉണ്ടോ എന്നുള്ളത് ചോദിച്ചപ്പോൾ ആർക്കും അങ്ങനെ ഉള്ളതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നന്നായി പ്രാർത്ഥിക്ക്, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഇവരിലൂടെ നടക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അച്ഛനും കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞൊരു വാക്കതാണ്, ഇവരിലൂടെ ദൈവത്തിൻ്റെ പല പദ്ധതികളും നടപ്പാകാൻ പോകുന്നുണ്ട് എന്ന്. ഒരു ഫാദർ വെട്ടിയാങ്കൽ എന്ന് പറയുന്നൊരു അച്ഛനെയും ഇവർ സമീപിക്കുകയുണ്ടായി. ആ അച്ഛൻ പറഞ്ഞു, ജോസഫിനെ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു, ഈ കുട്ടി ഒരു വൈദികനാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ആ വെട്ടിയാങ്കൽ അച്ഛൻ പറഞ്ഞതായിട്ടും എൻ്റെ അനുജൻ എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, മക്കൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ അച്ഛൻ വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതിൽ ആരാ ജോസഫ് എന്ന് ചോദിച്ചു. അപ്പോൾ 2ാമത്തെ മകനാണ്. അപ്പം അന്ന് മകനെ 4 വയസ്സ് ആയിട്ടുള്ളൂ, 4-5 വയസ്സായിട്ടുള്ളൂ. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ 2ാമത്തെ. അപ്പം അവൻ പറഞ്ഞു അവൻ ദൈവശുശ്രൂഷയ്ക്കായിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പം നമുക്കത് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ സന്തോഷമുണ്ട്, പക്ഷെ എങ്ങനെ സാധിക്കും എന്നുള്ള ഒറ്റ ഇതായിരുന്നു. എന്നുവെച്ചാൽ കേൾവിയില്ല, അതും അച്ഛന്മാരും സിസ്റ്റേഴ്സ് ആവണമെങ്കിൽ ഒരു കുറവില്ലാത്തവരെ എടുക്കുള്ളൂ. അപ്പോൾ എങ്ങനെ ഇതാവും, അസാധ്യമാണ്. അപ്പം നമുക്കത് മുഴുവൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ജോസഫിനെ കാറ്റഗിസം ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയത് എൻ്റെ ലൈഫിലെ ടീച്ചിങ് പ്രൊഫഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു. ടീച്ചറായിരുന്നു. ഹി വാസ് എ വെരി ഗുഡ് സ്റ്റുഡൻറ്റ്. ലേറ്റർ ഓൺ 10th സ്റ്റാൻഡേർഡ് വരെ ഞാൻ പഠിപ്പിച്ചു. പക്ഷേ അതെൻ്റെ ഒരു ലൈഫ് ടേണിങ് എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിച്ചില്ല. ലാസ്റ്റ് 15 years ആയിട്ട് ഞാനൊരു ടീച്ചറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ജോസഫ് അച്ഛൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോസഫ് അച്ഛൻ നോർമൽ സ്കൂളിലായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് അന്നൊന്നും ഈ ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ളതിനാൽ അച്ഛന് പക്ഷേ സൈൻ ലാംഗ്വേജസ് അറിയില്ലായിരുന്നു. അച്ഛൻ ലിപ്പ് റീഡിംഗ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എപ്പം നമ്മൾ സംസാരിക്കണ്ടോ നമ്മുടെ ചുണ്ടുമ നോക്കി അച്ഛൻ ഹി യൂസ് ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ്. അച്ഛൻ്റെ ശാന്തമായ സ്വഭാവം, അച്ഛൻ്റെ വരയ്ക്കാനുള്ള കല, ഇറ്റ്സ് ഓൾ അമെൻഡബിൾ, ബ്യൂട്ടിഫുൾ. ഞങ്ങൾ ഡെഫ് സ്കൂളിൽ നിന്ന് പിന്നെ ഇവരെ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞ് ഇവരെ നോർമൽ സ്കൂളിൽ ഇട്ടാൽ ഇവരെ ചെയ്തു, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. ഇപ്പഴേയും കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷെ അവർ മനസ്സിലാക്കിയോളും, അവർ പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അന്തേരിയിൽ നിന്ന് ഞങ്ങൾ മലാട് വന്നു. അങ്ങനെ ഞങ്ങൾ മക്കളെയും കൊണ്ട് സ്കൂളിൽ പോയി. അത് സെൻറ്റ് ജോർജ് സ്കൂളായിരുന്നു മലാടിൽ. ആ സ്കൂളിൽ അച്ഛൻ അഡ്മിഷൻ തന്നു 2 പേർക്കും. അപ്പം മക്കൾക്ക് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞാൽ അവിടുത്തെ സിസ്റ്റേഴ്സ് ചാറ്റി സിസ്റ്റേഴ്സായിരുന്നു. അവരുടെ അടുത്ത് പോകാൻ ഇവർക്ക് സ്വന്തം വീട്ടിൽ പോണ പോലെയായിരുന്നു. അത്ര ഫ്രീഡം ഉണ്ടായിരുന്നു. ആദ്യമായി ഞാൻ മിഷൻ വേലയ്ക്ക് വേണ്ടി ചെന്നത് കല്യാൺ രൂപതയിലെ സെയിൻറ്റ് ജോർജ് ഹൈസ്കൂളിലെ ഒരു അധ്യാപികയായിട്ടാണ്. എൻ്റെ ക്ലാസ്സിലേക്ക് ജോസഫ് തേർമടം എന്ന ഒരു കുഞ്ഞ് കടന്നു വന്നു. അവൻ അന്ന് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ വായിക്കാനോ കേൾക്കാനോ സാധിക്കില്ല, അവൻ സംസാരിക്കില്ല. അതിനാൽ തന്നെ അവൻ വളരെ ശ്രദ്ധാലുവായിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. അവൾ വളരെയേറെ കൃത്യനിഷ്ഠയോടെ അവന് കൊടുക്കുന്ന എല്ലാ ഹോംവർക്കും വളരെ ഭംഗിയായി ചെയ്ത് കാണിക്കുമായിരുന്നു. എഴുതാനും വായിക്കാനും അവന് വളരെ ശ്രദ്ധയുണ്ടായിരുന്നു. വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി അവനറിയാവുന്ന തരത്തിൽ അവൻ സ്വരം ചേർത്ത് ഞങ്ങളെ മനസ്സിലാക്കി തരും. അവന് മനസ്സിലാക്കാത്ത സമയത്ത് അവൻ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷേ ആ ഡിസ്റ്റർബൻസ് അവന് കൂടുതൽ പഠിക്കാനുള്ള ഒരു തീക്ഷ്ണത കൂടിയായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അവൻ്റെ അമ്മ ഏറ്റവും അധികം അവനെ സ്വാധീനിച്ചിട്ടുണ്ട്. പാരൻസ് മീറ്റിങ്ങിന് അമ്മ വരുമ്പോൾ എപ്പോഴും
ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവനെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവനെ വളർത്തുന്നതിൽ ഞങ്ങൾ സഹകരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെയും അവനെയും ഒരുപോലെ വളർത്തുന്ന തരത്തിലായിരുന്നു അവൻ്റെ അമ്മയുടെ പെരുമാറ്റം. നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് അവൻ വളർന്നു വന്നത്. കാരണം അവൻ്റെ അമ്മയാണ് അവനെ ഏറ്റവും അധികം അവൻ്റെ പഠനത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും സഹായിച്ചിരുന്നത്. അതോടൊപ്പം തന്നെയാണ് അവൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള വളർച്ചയും. ആ വളർച്ചയുടെ പടിപടിയായിട്ടുള്ള മൂവ്മെൻ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവൻ ഭാവിയിൽ നല്ലൊരു നിലയിൽ ഒരു ദൈവിക ശുശ്രൂഷ മേഖലയിൽ എത്തിച്ചേരുമെന്ന് അന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് ഞങ്ങൾ അവനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവൻ്റെ അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അമ്മ പറയുന്നത്, സിസ്റ്ററെ മോൻ അച്ഛനാവാൻ പോയിട്ടോ, സിസ്റ്റർ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ പഠിപ്പിച്ച ഞാൻ ക്ലാസ് ടീച്ചറായിരുന്ന എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി, അതും സംസാരിക്കാനോ കേൾക്കാനോ സാധിക്കാത്തൊരു കുട്ടി വളരെ തീക്ഷ്ണതയോടെ വൈദിക വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ അമ്മയെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഞാനും പ്രാർത്ഥിക്കാം, അവൻ നല്ലൊരു വൈദികനായി തീരും. ജോസഫ് വളരെ ചെറുപ്പം മുതൽ കുർബാനയ്ക്ക് കൂടിയാണ് കുട്ടിയാണ്. അവന് ചെല്ലാനൊന്നും അറിയുന്നില്ല. നേരെ അതായത് പുസ്തകം ഉണ്ടാവും, അവൻ കുർബാന കൂടെ നിൽക്കും, വയനും ബ്ലഡൊക്കെ എടുത്ത് പറയാനായിട്ടാണ് നിൽക്കും. ജോസഫ് 5th പഠിക്കുന്ന സമയത്താണ് അവൻ്റെ മനസ്സിലൊരാഗ്രഹം വന്നു അച്ഛനാവണമെന്ന്. അപ്പോൾ അവൻ ഡെഫായ കാരണം ഞങ്ങളോട് പറഞ്ഞില്ല, പക്ഷെ അവൻ ബുക്കിൽ എഴുതി വെച്ചു. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ തന്നെ എന്നോട് പലപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു വൈദികനാകണം. പറയാറുണ്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും എഴുതി കാണിക്കാറുണ്ട്, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും, അങ്ങനെ അതിന് എനിക്ക് പറ്റില്ല. കാരണം ബധിരനും മൂകനുമായ നിനക്ക് അതൊരു ഇമ്പിഡിമെൻ്റാണ്. കാനൻ ലോ അനുസരിച്ച് ഇപ്പോൾ അങ്ങനെയുള്ളവരെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഞാൻ ഉണ്ടായത്. പക്ഷെ പിന്നീടാണ് അവൻ പഠിച്ച് BSc പാസ്സായതിനു ശേഷം എറണാകുളത്ത് ഒരു വൈദികൻ, അന്ധനായൊരു വൈദികന് ഓർഡിനേഷൻ കൊടുത്തു എന്നുള്ള കാര്യം ഇവൻ എങ്ങനെയോ വായിച്ചറിഞ്ഞപ്പോൾ വീണ്ടും അവൻ എന്നെ സമീപിച്ച്, അന്ധനായൊരു മനുഷ്യന് വൈദികനാകാമെങ്കിൽ ബധിരനായ എനിക്ക് എന്തുകൊണ്ട് വൈദികനായിക്കൂടാ എന്നൊരു ചോദ്യമാണ്. അവൻ്റെ ലോജിക്ക് നല്ലൊരു ലോജിക്കായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കതിലൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല, നീ നിൻ്റെ വികാരിച്ചനോട് പറയേ. അങ്ങനെ വികാരിച്ചൻ, ബോംബെയിലുള്ള വികാരിച്ചനോട് സംസാരിച്ചപ്പോൾ വികാരിച്ചൻ ബിഷപ്പുമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ബിഷപ്പ് എലവനാലുമായിട്ട് സംസാരിച്ച് പിന്നീടാണ് ഈ അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു വഴി തുറന്നു കിട്ടിയത്. പിതാവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ പിതാവ് ഓക്കെ പറഞ്ഞു, പക്ഷെ എങ്ങനെ നടക്കുന്ന പിതാവിന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പിന്നെ നമ്മുടെ കസിനുണ്ട് ഫാദർ ജോയ് ആ സമയത്ത് അവർ മണിപ്പൂരിലാണ്. ആ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് ധ്യാനിപ്പിക്കാനായിട്ട് US പോകും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് കുറേ സമയം കിട്ടും, ഞാൻ അന്വേഷിച്ച് നോക്കിൻ്റെ എന്ന് പറഞ്ഞു. ആ സമയത്ത് മൂത്ത മകൻ സ്റ്റാലിനും അമേരിക്കയിലായിരുന്നു. അപ്പോൾ അവനും നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാദർ ജോയ് പറഞ്ഞു, ഇങ്ങനെ ഒരു ഡെഫ് അച്ഛനുണ്ട്, ഫാദർ ടോം എന്ന് പറഞ്ഞ അച്ഛൻ, അവർ ഡൊമിനിക് മിഷണറി ഡെഫാണ്. അപ്പോൾ അവർ ഇങ്ങനെ അച്ഛന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. നമ്മൾ അത് കാരണം വിസയ്ക്ക് വേണ്ടി പോയപ്പോൾ ആദ്യം റിജക്റ്റായി. 2ാമത്തെ പ്രാവശ്യം അവർ പറഞ്ഞു, ഈ കൊച്ചു ഡിഗ്രി കഴിഞ്ഞ വർഷം എങ്ങനെയാണ് വൈദികനായിട്ട് അങ്ങോട്ട് പഠിക്കാനായിട്ട് എങ്ങനെയാണ് പോകണേ, ഇവിടെ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം, എന്നാൽ മാത്രമേ വിസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ജോസഫിനും ആകെ വിഷമമായി. ആദ്യം ഒരെണ്ണം റിജക്റ്റായി, പിന്നെ ഇങ്ങനെ വന്നപ്പോൾ അവന് വിഷമം നല്ല, അവന് ആഗ്രഹമുണ്ട് നല്ലോണം. അപ്പോൾ ഈ വിസ കിട്ടിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ള വിഷമം അവൻ പണ്ട് മുതലേ, ചെറുപ്പത്തിൽ മുതലേ നമ്മൾ ഡിവൈൻ മേഴ്സിയുടെ പ്രെയർ 3 o'clock എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് ഈ ഡിവൈൻ മേഴ്സിയുടെ പ്രെയർ ചെയ്ത് തുടങ്ങി. അവിടപ്പോഴേക്കും ഒരു സ്ത്രീ വന്നിട്ട് അതെല്ലാതും കുഴപ്പമില്ല, എല്ലാം ശരിയായി എന്ന് പറഞ്ഞിട്ട് അവർ സീലിട്ട് തന്നു. അങ്ങനെ നമുക്ക് വിസ കിട്ടി. ജോസഫിൻ്റെ ബധിരത അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ബധിരത
പ്രശ്നമല്ല, തടസ്സമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് വീണ്ടും അവൻ തുടർച്ചയായി വൈദികനാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അമേരിക്കയിലേക്ക് പോവുകയാണ്. അവിടെ ഫാദർ ടോം, അദ്ദേഹവും ചെവി കേൾക്കാത്തൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവിടെ ചേർന്ന് അമേരിക്കയിലേക്ക് ഇവൻ തനിച്ച് തന്നെയാണ് പോയത്, വേറെ ആരെയും കൂട്ടത്തിലല്ല. തനിച്ച് പോയി അവിടെ ചെന്ന് അച്ഛൻ്റെ കീഴിൽ ദൈവശാസ്ത്രവും ഫിലോസഫിയും ഒക്കെ പഠിച്ച് വൈദികനാകാനുള്ള സകല സംവിധാനങ്ങളും ആയിക്കഴിഞ്ഞു. അദ്ദേഹം പട്ടം കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന് പോലും എഴുതി തന്നു. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ പറയാനായിട്ടുള്ള അർഹത ഉണ്ടായിരുന്നില്ല. കാരണം ഒരു സെമിനാരി നടത്താൻ മാത്രമുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു അധികാരം അദ്ദേഹത്തിന് മാർപ്പാപ്പ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് തിരികെ പോരേണ്ടതായിട്ട് വരികയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ഇവൻ വാതിലടച്ച് ഭയങ്കര കരച്ചിൽ. പക്ഷെ അവൻ്റെ ഒരു ആഗ്രഹം നടന്നില്ലല്ലോ. ആ ഒരു വിഷമം അവൻ്റെ ഒപ്പം പഠിച്ചവർ, പിന്നെ ഞാൻ ഇങ്ങനെ ഡെഫായ കാരണമല്ലേ എനിക്ക് പട്ടം കിട്ടാണ്ടായത്, അങ്ങനത്തെ ഒരു വിഷമം. അങ്ങനെ പിന്നെ ഞങ്ങളിത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചെന്ന് അവനോട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി പറഞ്ഞു കൊടുത്ത്, ദൈവത്തിൻ്റെ പ്ലാനാണ്, നമുക്ക് നമ്മുടെ കയ്യിലൊന്നുമില്ല, ഇത്രത്തോളം എത്തിയത് പഠിക്കുന്ന ഒരാളും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇത്രത്തോളം ആക്കി തന്ന ദൈവം എനിക്ക് തരും, നീ പ്രാർത്ഥിക്കുകയെന്നും പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. വെള്ളിക്കാസയൊന്നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്തമോ. ഫൈനൽ വൗസൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞതായിരുന്നു, ഡൊമിനിക്കൻ കോൺഗ്രിഗേഷനിൽ വെച്ച്. പക്ഷേ താൻ അവിടുന്ന് ഇൻഡൽറ്റ് വാങ്ങിയിട്ട്, അതായത് ഇൻഡൽറ്റ് എന്ന് വെച്ചാൽ ഫൈനൽ വൗസിൽ നിന്നുള്ള വിടുതൽ നേടിയിട്ട് അവിടുന്ന് പോരുകയാണ്. ഇന്ത്യയിലേക്ക് തിരിച്ചു പോയതിന് ശേഷം എന്നോട് വന്ന് വീണ്ടും ആവശ്യപ്പെട്ടു, വൈദികനാകണമെന്ന് എന്താണ് മാർഗം? ഞാൻ പറഞ്ഞു, വേറെ മാർഗങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല, യു ജസ്റ്റ് ഗെറ്റ് മാരീഡ്. ഞാൻ ഒരിക്കലും മാരേജ് ചെയ്യില്ല. അവൻ ഉറച്ച സ്വരത്തിൽ എന്നോട് പറയുകയുണ്ടായി. ഞാനൊരു സിമ്പിൾ ബ്രദറായിട്ട് തന്നെ വേണമെങ്കിൽ ജീവിച്ചോളാം, എന്നാലും ഞാൻ മാരേജ് കഴിക്കുന്ന പ്രശ്നം എൻ്റെ ഭാഗത്തുനിന്നില്ല. ജോസഫ് ഇവിടെ എത്തി ഇന്ത്യയിൽ ഒരു 10-15 ദിവസം കഴിയപ്പോൾ എൻ്റെ പെങ്ങളുടെ മകൻ ഒരു ഫോൺ ചെയ്തു. അവൻ വിളിച്ച് പറഞ്ഞ്, വേഗം TV ഓൺ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ശാലോമിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, ഡെഫായിട്ടുള്ള ആളുകൾക്ക് അച്ഛനാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് അത് നോക്കുക. ഫാദർ ബിജു ഇതിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അച്ഛൻ സൈൻ ലാംഗ്വേജ് പഠിച്ചതാണ്. അച്ഛനെ ഈ ഡെഫ് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ സൈൻ ലാംഗ്വേജ് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു മെസ്സേജും പിന്നെ ഡെഫിന് പറ്റിയിട്ടുള്ള ഒരു ടോക്കും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കണ്ടു. അതിന് ശേഷം ഞങ്ങൾ ഫോൺ നമ്പറിൽ അച്ഛനെ വിളിച്ചു. അങ്ങനെ ഫാദർ ബിജു വീട്ടിൽ വന്നു. അച്ഛൻ പറഞ്ഞു, ജോസഫ് എൻ്റെ കൂടെ വരട്ടെ, അവിടെ ഒരു വർഷം അവൻ നിൽക്കട്ടെ, അതിന് ശേഷം നമുക്ക് എല്ലാ തീരുമാനങ്ങളും എടുക്കാം. ഫാദർ ബിജു ഹോളി ക്രോസ് സഭയിലെ ഒരു അംഗമാണ്. ആ സഭയിലേക്കാണ് നമ്മുടെ മകനെ ജോസഫിനെ അവരാണ് സ്വീകരിച്ചത്. ഹോളി ക്രോസ് സഭയുടെ വിവിധ ശുശ്രൂഷ മേഖലകളിൽ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ആണ് ബദിര സമൂഹത്തിന് വേണ്ടിയിട്ട് ഹോളി ക്രോസ് കൊടുക്കുന്ന ശുശ്രൂഷ. ഏതാണ്ട് 40ഓളം വർഷങ്ങളായി ഹോളി ക്രോസ് സഭയിലെ വൈദികർ ഈ മേഖലയിൽ വളരെ സുദൃഢമായ സംഭാവന ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമെന്ന് പറഞ്ഞാൽ 2003 ആംഗ്യഭാഷ പഠിച്ചുകൊണ്ട് 2017 ഇവർക്ക് വേണ്ടിയിട്ട് നവധ്വനി എന്നൊരു പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ ആരംഭിച്ചു. കേരളത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യയും എവിടെയൊക്കെ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ പറ്റും അവിടെയെല്ലാം എത്തിച്ചേരുവാനായിട്ട്. ഇപ്പോൾ 2017 ഷാലോം TV തന്നെയാണ് എൻ്റെ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയായിരുന്നു. അതിൽ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ശുശ്രൂഷ മേഖലയിൽ ബദിര സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ധാരാളം പേര് ഇതിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇവരെ പോലെയുള്ളവർ ഈ മേഖലയിലേക്ക് കടന്നു വന്നാൽ ഇവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ അത് ഒത്തിരി സഹായകമാകും എന്ന് ഞാൻ അതിനകത്ത് പറയുകയുണ്ടായി.
ദൈവത്തിൻ്റെ ഇടപെടലെന്നോണം ഈ ഒരു വചനം വളരെ വ്യക്തമായിട്ട് പല ആളുകളിലേക്കും ഇത് പോവുകയുണ്ടായി. അങ്ങനെ ജോസഫ് തേർമടം അച്ഛൻ്റെ ബന്ധുക്കളാരും ഇത് കാണുകയും അവർ അച്ഛനെ അറിയിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ജോസഫ് എന്ന ഒരു സെമിനാരി വിദ്യാർത്ഥിയായിട്ട് ഹോളി ക്രോസിലോട്ട് വരാൻ ആഗ്രഹിച്ചത്. ഞാനിവിടെ കാണുന്നത് അവൻ്റെ ആ ഉറച്ച തീരുമാനമാണ്. വൈദികനാകാനുള്ള എത്ര വൈകിയാലും കുഴപ്പമില്ല, വൈദികനായ ഞാൻ അടങ്ങൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയും നിശ്ചയദാർഢ്യവുമാണ് അവനിൽ കാണാൻ എനിക്ക് സാധിക്കുന്നത്. വയസ്സും 37 പട്ടം സ്വീകരിക്കുമ്പോൾ, സാധാരണഗതിയിൽ അച്ഛന്മാരൊക്കെ ഒരു 27-28 വയസ്സാകുമ്പോഴേക്കും എല്ലാവരും വൈദിക പട്ടം സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വർഷം ഫൈനൽ വൗസ് കഴിഞ്ഞാൽ പിന്നെ 4 വർഷം വീണ്ടും കാത്തിരിക്കണമെന്നുള്ളതൊക്കെ ഉള്ള നിയമാവലി നിയമം മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ആ നിയമത്തിൽ നിന്നൊന്നും മറികടക്കാനായിട്ട് ആഗ്രഹിച്ചില്ല, അവൻ ആഗ്രഹിക്കുന്നില്ല. ഒക്കെ നിയമത്തിൻ്റെ വഴിക്ക് നടന്നോട്ടെ എന്ന് തന്നെയാണ് ജോസഫിൻ്റെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഇളവും ചെയ്ത് തരേണ്ട കാര്യമില്ല എന്ന്. എന്തിനും പഠിപ്പിക്കാനും അവൻ വളരെ, ഈ സമയങ്ങളിലൊക്കെ അവൻ ഹൈദരാബാദിലൊക്കെ പോയിട്ട് കുറേ കുട്ടികളെ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനിടയിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും നേരിടേണ്ടി വന്നു ജോസഫ് ബ്രദറിന്. കാരണം സംസാരിക്കുന്നവരുടെ ഇടയിൽ ഫോർമേഷൻ പ്രോഗ്രാമിലൂടെ കടന്നു പോകണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വേറൊരു വ്യത്യസ്തമായ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കണം അവർ ചിന്തിക്കണമെന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായി. എങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യുവാൻ സാധിച്ചു. 2024 മെയ് 2-ാം തീയതി ദൈവത്തിൻ്റെ കൃപയാൽ ജോസഫ് അച്ഛന് വൈദിക പട്ടം സ്വീകരിക്കുവാൻ ദൈവം കൃപ നൽകി. അങ്ങനെ ആ ഒരു വാർത്ത ലോകമെങ്ങും പോയി, ഇന്ത്യ മുഴുവനും അത് വ്യാപിച്ചു. ഞങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷം തോന്നി. ഹോളി ക്രോസ് സഭ ഇന്ന് അഭിമാനത്തിൻ്റെ ഒരു നിമിഷത്തിലാണ് കടന്നു പോകുന്നത്. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. നീണ്ട 36 വർഷങ്ങൾക്കു ശേഷം വെട്ടിയാനിക്കൽ അച്ഛൻ മാതാപിതാക്കളോട് പറഞ്ഞ സന്ദേശം 37-ാം വയസ്സിൽ ജോസഫ് അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ചെറുപ്പം മുതൽ വൈദികനാകാനുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച അച്ഛൻ 2024 മെയ് മാസം 2-ന് തൃശൂർ വ്യാകുലമാതാ ബസിലിക്കയിൽ വെച്ച് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. ബദിരനും സംസാരശേഷിയുമില്ലാത്ത ഫാദർ ജോസഫ് തേർമടം ആംഗ്യഭാഷയിൽ കുർബാന അർപ്പിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ കത്തോലിക്ക സഭയിലെ ചരിത്ര നിമിഷമായി മാറി. ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിലെ അംഗമായി തീരുന്ന ജോസഫ് അച്ഛൻ്റെ സന്യാസ ജീവിതത്തിന് നിമിത്തമായി തീർന്ന അച്ഛൻ്റെ ആയുഷ്കാല മാർഗദർശിയായ ബിജു അച്ഛനോടൊപ്പം ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിൻ്റെ ആസ്ഥാനമായ റോമിൽ നിന്നെത്തിയ ഇപ്പോഴത്തെ ജനറൽ സുപ്പീരിയർ ബ്രദർ പോളും ഇന്ത്യയിലെ 4 പ്രൊവിൻസിൽ നിന്നുള്ള വൈദികരും കേട്ടറിഞ്ഞെത്തിയ ആയിരക്കണക്കിന് ആത്മായ സമൂഹവും ബന്ധുക്കളും ഒപ്പം ശാലോമും ഈ ധന്യനിമിഷങ്ങൾക്ക് സാക്ഷ്യമേകാനെത്തി. As Holy Cross religious, we say that we are men with hope to bring. Today is a wonderful day because Father Joseph has brought great hope to the congregation as the first deaf priest in the congregation of Holy Cross, as well as the first deaf priest in India. In our constitutions, we say that we cross borders of all sorts. Today, we crossed a new border, a border to the deaf community. And Father Joseph brings us great hope as we look to the future with possibilities of future ministries to the deaf community, not only here in India, but we hope in other parts of the world where we serve in 18 different countries. Holy Cross has been working in deaf ministry for the past few decades with one of our own, Father Harry Stokes, internationally known as a minister for the deaf community. Father Harry Stokes was a Canadian who came to India, started a center in Bangalore,
And before he was leaving India, he wanted to train some people. And one of those he trained for this ministry was Father Biju Lawrence, who has been doing this ministry, especially in Kerala, also in other parts of the country. Hearing about the ministry of the deaf done by Father Biju, Joseph Thermadam was interested, and so he contacted him, and through him, he approached us in order to join us and to be part of us. And then it's all history now. ബഹുമാനപ്പെട്ട ജോസഫ് തേറുമാടമച്ചൻ ഹോളിക്രോസ് സഭയ്ക്ക് ഒരു അഭിമാനമാണ്. ലോകത്തിൽ ഇത് 26ാമത്തെ വൈദികനാണെന്നാണ് എൻ്റെ അറിവ്. ഇന്ത്യയിൽ ആദ്യമായിട്ടും ഏഷ്യയിൽ രണ്ടാമതായിട്ടും ഉള്ള വൈദികനാണ് ജോസഫ് തേറുമാടമച്ചൻ. വളരെയധികം ബധിരരായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യാശ നൽകുന്ന ഒരു വ്യക്തിയായിട്ട് ജോസഫ് അച്ഛൻ മാറിത്തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ബധിരരായിട്ടുള്ള യുവാക്കൾ മുമ്പോട്ട് വരികയാണെങ്കിൽ ജോസഫ് അച്ഛനും ബിജു അച്ഛനും വളരെ കരുത്ത് നൽകുന്ന ഒരു ടീമായിട്ട് അവർക്ക് മാറിത്തീരാനായിട്ട് സാധിക്കും. ഹോളിക്രോസ് സഭയുടെ ബധിരർക്ക് ഇടയിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകാനായിട്ട് യുവാക്കളെ നിങ്ങൾ മുമ്പോട്ട് വരിക. ദൈവം നിങ്ങളെ വിളിക്കുന്നു. വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഇതുപോലെ ഒരു അന്ന് സത്യം പറഞ്ഞാൽ കണ്ണു വെള്ളം മനസ്സിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാണാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നില്ല. ഇത്രയും കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ഒരു സന്തോഷമാണ്. അന്ന് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എല്ലാതും ആ ദിവസം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി. അപ്പോൾ അതിന് 100 നന്ദി ദൈവത്തിനോട് പറയുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുറേ കേൾവിയില്ലാത്ത മക്കൾ വന്നു. പള്ളിയിലുള്ള എല്ലാവരും അതിശയിച്ചു പോയി. ഇത്രയും കേൾവിയില്ലാത്ത മക്കളുണ്ടോ എന്ന് എല്ലാവർക്കും തോന്നിപ്പോയി. പക്ഷേ അവർക്കൊക്കെ ഇങ്ങനത്തെ ഞങ്ങളിൽ നിന്ന് ഒരച്ഛൻ ഇങ്ങനെ പട്ടം കിട്ടിയില്ലോ എന്നുള്ളത് വന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പം അവൻ്റെ ഒരു കുർബാന കാണാനും അതുപോലെ കൈ മുത്താനൊക്കെ അന്ന് അവിടുത്തെ ഫ്രാൻസിസ് അച്ഛൻ ഉണ്ടായിരുന്നു, വാഴപ്പള്ളി അച്ഛൻ. ആ അച്ഛൻ പറഞ്ഞു തൃശ്ശൂർ പൂരത്തിൻ്റെ പോലത്തെ തിരക്കാണ്, അത്രയും മക്കളാണ് വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ ഈ കേൾവിയില്ലാത്ത മക്കളായിരുന്നു, കുറേ മക്കളായിരുന്നു. അതുപോലെ അന്നത്തെ എല്ലാ പരിപാടികളും ആക്കി തന്നത് ഞങ്ങളുടെ വികാരിയച്ഛനാണ്. ഒരപ്പനായിട്ടും ചേട്ടനായിട്ടും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ വർഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ മെയ് 2-ാം തീയതി ഈ ബസിലിക്ക ദേവാലയത്തിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിക്കുമ്പോൾ സംസാരത്തിനും കേൾവിക്കും പരിമിതിയുള്ളവർക്ക് അവരുടെ ഇടയിൽ നിന്നും ഒരാൾ തിരുപ്പട്ട ശുശ്രൂഷയിലേക്ക്, പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുകയും അവരുടെ ആത്മീയ ആവശ്യങ്ങൾ, അവരുടെ ഹൃദയവേദനകളും നൊമ്പരങ്ങളും ഏറ്റവും നന്നായി അടുത്തറിയുന്ന ഒരു വ്യക്തിക്ക് നിർവഹിക്കാനുള്ള ഒരവസരവും ഒരുങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് തേർമടച്ചൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നാനാഭാഗങ്ങളിലും കേൾവിക്കും സംസാരത്തിനും പരിമിതിയുള്ള ഈ സഹോദരങ്ങളെ ഒന്നിച്ചു കൂട്ടാനും അവരിലേക്ക് ദൈവവചനം ആംഗ്യഭാഷയിലൂടെ എത്തിക്കാനും, നമ്മുടെ പ്രസംഗങ്ങൾ അവർക്ക് കേൾക്കാനാവില്ല, പക്ഷേ ആംഗ്യഭാഷയിലൂടെ അവരോട് ആശയവിനിമയം നടത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം അവരുടെ ഹൃദയവയലേലകളിലും വിതയ്ക്കപ്പെടുകയും അവരുടെ ജന്മനായുള്ള പ്രായോഗികമായ ഈ പരിമിതികളിൽ ഈശോയുടെ വചനം അവർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുകയും അവരെ കൂടുതൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി വിശുദ്ധിയിൽ വളർത്തുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ജോസഫ് തേർമടച്ചന് ബസിലിക്ക ഇടവക കുടുംബത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനകളും പിന്തുണയും എന്നും ആശംസിക്കുന്നു. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മക്കളെ എങ്ങനെ വന്നു, ഇതുവരെ മാതാപിതാക്കന്മാരുടെ ആണോ അവരുടെ പാപം കൊണ്ടാണോ ഇങ്ങനെ മക്കൾ വന്നത്? അല്ല, ദൈവത്തിൻ്റെ മഹത്വം കാണാൻ വേണ്ടി. ആ ഒരു മഹത്വത്തിലാണ് ഞങ്ങളും വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഈ മക്കളുടെ കൂടെ നടന്നതും അവർക്ക് വേണ്ടുന്നതായ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തതും. കേൾവിയില്ലാത്ത മക്കളുടെ അമ്മമാർ, കാഴ്ചയില്ലാത്തവരുടെ അതുപോലെ ബുദ്ധിമാന്യം വന്നിട്ടുള്ള മക്കളുടെ അമ്മമാരോടൊക്കെ പറയാനുള്ളത്, നമുക്ക് സഹിക്കേണ്ടി വരും, പക്ഷെ ആ സഹനം നമുക്ക് കുരിശിൽ നോക്കിയാൽ മതി. ആ കുരിശിൽ ദൈവം നമുക്ക് കാണിച്ചു തന്നത് സഹനമാണ്. ആ സഹനത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ചിട്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും വരില്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. അവരെന്നെ ഒരിക്കലും മാറ്റി നിർത്താണ്ട് നമ്മുടെ കൂടെ കൊണ്ടുപോയി
അവരെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളാക്കിയിട്ട് അവരെ വളർത്തുക. കുറവുകളോടെ ജനിച്ച ജോസഫ് എന്ന കുഞ്ഞിനെ കൈകളിലേന്തി അപ്പനും അമ്മയും ഈശോയുടെ കുരിശിലെ സഹനത്തിലേക്ക് നോക്കിയപ്പോൾ സഭയ്ക്ക് മുഴുവൻ അഭിമാനമായി ഒരു വൈദികൻ ജനിച്ചു. ഏറെ വെല്ലുവിളികളിലൂടെയാണ് വൈദിക ജീവിതം ഇന്ന് കടന്നുപോകുന്നതെങ്കിലും ഏറെ നാളത്തെ കഠിനാധ്വാനം ഏതു വെല്ലുവിളികളെയും അതിജീവിക്കാൻ ജോസഫ് അച്ഛനെ പ്രാപ്തനാക്കിയിരിക്കുന്നു. തന്നിലേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഏറെ മഹത്വത്തോടെ നിർവഹിക്കാൻ അച്ഛന് സാധിക്കും. കാരണം ഇതൊരു ദൈവിക പദ്ധതിയാണ്. കേൾവിശക്തിയില്ലാത്തവർക്കും സംസാരശേഷി നഷ്ടപ്പെട്ടവർക്കും മാത്രമല്ല, ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരും നിരാലംബരുമായവർക്കും ഈ യുവവൈദികന്റെ ജീവിതം നല്ല സന്ദേശവും ഒപ്പം അനുഗ്രഹപ്രദവുമായി തീരട്ടെ.